കാന്തപുരം വിഭാഗം പ്രതിനിധി ശ്രീ മുഹമ്മദ് അലി കിനാലൂർ നമുക്ക് പറ്റിരുന്നു. ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, ഒരു പ്രതീക്ഷയുടെ വഴിയിലേക്ക് കാര്യങ്ങൾ പോകുകയായിരുന്നു. കാന്തപുരത്തിന്റെ തന്നെ ഇടപെടൽ കൊണ്ട് അത് ഇന്നലെ ആ ശിക്ഷ നീട്ടിവെപ്പിച്ചപ്പോൾ തന്നെ ഒരു നാട് മുഴുവൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു തുരുത്തിലേക്ക് എത്തി. പക്ഷേ ഇപ്പോൾ ഈ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അത് സ്ഥിരീകരിക്കാറായിട്ടില്ലെങ്കിൽ പോലും ഈ തലാലിന്റെ സഹോദരന്റെ പ്രതികരണങ്ങളൊക്കെ കുടുംബം മുൻപെടുത്ത ചില നിലപാടുണ്ട്. അതായത് ഒരു കാരണവശാലും ക്ഷമിക്കുകയില്ല, വധശിക്ഷ ഒഴിവാക്കുകയില്ല എന്നുള്ളൊരു നിലപാടൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് വീണ്ടും കടക്കുന്നു എന്നാണോ? ഈ ചർച്ച തുടരുകയാണല്ലോ. ഈ ചർച്ച തലാലിന്റെ കുടുംബത്തിന്റെ കൂടി സഹകരണത്തോടു കൂടിയല്ലേ നടക്കുന്നത് അവിടെ? തീർച്ചയായും തലാലിന്റെ ഉറ്റവരുമായി ചേർന്ന് ബന്ധുക്കളുമായി ചേർന്നുള്ള ചർച്ചയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്, ഇനിയും തുടരുകയും ചെയ്യും. നീണ്ട കാലത്തെ ഒരു കേസാണ്. അവരുടെ കുടുംബത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല മൃതദേഹം കഷ്ണങ്ങളായി മുറിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു വലിയ ക്രൈം അതിനകത്ത് നടന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരു വിഷയവും കൂടിയാണത്. അങ്ങനെ ഒരു വിഷയത്തിൽ സ്വാഭാവികമായി സഹോദരനെ പോലെ ഒരാൾ കടുത്ത നിലപാട് സ്വീകരിക്കുക എന്നതിനെ നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിൽ മനംമാറ്റം ഉണ്ടാക്കാനുള്ള ഇടപെടലുകളാണ് സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാവുന്ന ഒരു സ്പേസ് തുറന്നു കിട്ടിയത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം കിട്ടിയത് നമുക്ക് കഴിഞ്ഞ 1-2 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അങ്ങനെ ഈ 2 ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് പൊടുന്നനെ മാറുമെന്ന് നമ്മൾ ചിന്തിക്കാനും പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാകില്ലല്ലോ. അതിന് കുറച്ച് സമയമെടുക്കും. ആ സാവകാശം എടുക്കാൻ വേണ്ടിയാണ് വധശിക്ഷ നീട്ടിവെക്കുന്നതിലേക്കുള്ള ഇടപെടലുകൾക്ക് പ്രാമുഖ്യം നൽകി ഇന്നലെയും മിനിയാന്നുമൊക്കെയുള്ള അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളത്. അത് സ്വാഭാവികമായി ആ കുടുംബത്തിന്റെ അകത്ത് തന്നെയുള്ള ആളുകളുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് വധശിക്ഷ നീട്ടിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഇനി ഈ സഹോദരന്റെ വൈകാരികമായ കുറിപ്പാണ് തീർച്ചയായും ഈ സമയത്ത് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ച് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ, അവിടുത്തെ സാമൂഹിക ഘടന, അവിടെയുള്ള ഗോത്ര വിഭാഗങ്ങളുടെ പ്രാമുഖ്യം, ഇതൊക്കെ ഒരു പ്രധാനമാണ്. അതിനിടയിൽ നിന്നുകൊണ്ടാണ് ഒരു സഹോദരൻ ഈ വിഷയത്തെ സമീപിക്കുന്നുണ്ടാവുക. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ആ സുഹൃത്തിനും ഉണ്ടാകും. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിനർത്ഥം നമുക്ക് നിരാശപ്പെടാവുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതല്ല. അവിടെ ഏറ്റവും സ്വാധീനമുള്ള പണ്ഡിതന്മാരെ തന്നെ, മതനേതാക്കളെ തന്നെ ഉപയോഗപ്പെടുത്തിയാണ് ചർച്ചകൾ ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും നിരാശപ്പെടേണ്ട ഒരു സാഹചര്യമല്ല എന്നാണ് ഇന്നത്തെ ഈ കുറിപ്പിന് ശേഷവും എനിക്ക് പറയാനുള്ളത്. ആ ചർച്ചകൾ തുടരും. ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, എത്ര സമയത്തേക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ഇത് തൽക്കാലത്തേക്ക് നീട്ടിവെക്കുക എന്നുള്ളതാണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിലൊരു ഒരു വളരെ ആശാവഹമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ ഈ ചർച്ചകൾ ഇനിയും തുടരുന്നൊരു സാഹചര്യമുണ്ടോ? ഈ ദിയാദനവുമായി ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ആ ചർച്ചകൾ ഇങ്ങനെ നീണ്ടു പോകുന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണോ? 2 തരത്തിൽ അവർക്ക് ഈ കുടുംബത്തിന് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയും. ഒന്നാമത്തേത് ധനമോ മറ്റു കാര്യങ്ങളോ സ്വീകരിക്കാതെ നിരുപാധികമായി നിമിഷപ്രിയക്ക് മാപ്പ് നൽകുക എന്നതാണ് അവർക്ക് സ്വീകരിക്കാവുന്ന കാര്യം. രണ്ടാമത്തേത് ദിയാധനം സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള പേപ്പറുകളിൽ അതിനുള്ള കാര്യങ്ങൾ നടത്തുക എന്നതാണ്. അപ്പോൾ ഈ 2 ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രധാനമാണ്.